മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു വല്ലാത്ത മായാ കാഴ്ചകൾ തന്നെയാണ്. മീനുകളുടെ ഒരു വിസ്മയ ലോകം. മീനുകളുടെ എന്ന് പറയാൻ കഴിയില്ല, പകരം ഒത്തിരി കുട്ടികൾക്ക് കളിക്കാനും കാണാനും ഒക്കെയായിട്ടും പഠിക്കാനും ഒക്കെയായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് ഇത് കൊല്ലത്താണ് ഉള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആശ്രമം മൈതാനത്താണ്. അപ്പം കൊല്ലത്തുകാർക്ക് മാത്രമല്ല, ആലപ്പുഴക്കാർക്കും കൊല്ലംകാർക്കും എറണാകുളംകാർക്കും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു വിസ്മയ ലോകം തന്നെയാണിത്. അപ്പം ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അക്കോ ഷോയിലേക്കാണ് നമ്മളിപ്പോൾ കാഴ്ചകൾ തേടി പോകുന്നത്. ₹10 കോടി ചിലവാക്കി ഉണ്ടാക്കിയ ഒരു പരിപാടിയാണിത് കേട്ടോ. അപ്പം അത് കാണാനായിട്ടുള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ ഈ കാണുന്ന കാഴ്ചയെക്കാട്ടിലും, ഈ ഫോണിൽ കൂടെ കാണുന്ന കാഴ്ചയെക്കാട്ടിലും ഒരു ഡബിൾ ഇതാണ് അവിടെ വന്ന് കാണുന്നത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ പറയുക, ഒരാളുടെ വലിപ്പമുള്ള അത്ര മീനുകൾ വരെ ഇതിൻ്റെ അകത്തുണ്ട്. വല്ലാത്തൊരു മായാ കാഴ്ചകൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കടലിനടിയിലൂടെ നമ്മൾ നടന്നു പോകുന്ന ശരിക്കുള്ള ഫിലിം. ഇതിനു മുമ്പ് എറണാകുളത്തൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, എറണാകുളത്ത് ആലപ്പുഴയൊക്കെ. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഇതിൻ്റെയൊക്കെ ഡബിൾ സെറ്റപ്പിലാണ് ഇതിൻ്റെ അകത്തുള്ളൊരു പരിപാടി. എന്തായാലും സൂപ്പർ പരിപാടി എന്ന് വെച്ചാൽ പക്കാ സൂപ്പർ. ചെറിയ മീനുകൾ തൊട്ട് പിരാന, അലിഗേറ്ററും അതേപോലെ തന്നെ അങ്ങനെ വലിയ മീനുകളും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കാണാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് വലിയ കാഴ്ചയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ തന്നെ. ഞങ്ങൾ ഏകദേശം ഇവിടെ ഇതിൻ്റെ ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മറ്റേ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ രാവിലെ 11 മണി തൊട്ടാണ് സ്റ്റാർട്ടാകുന്നതെന്നാണ് പറയുന്നത്. വർക്കിംഗ് ഡേയിൽ 9 മണി തൊട്ട്. ഇത് ഏകദേശം ഒരു 10 മണി വരെ എന്തായാലും നിങ്ങൾക്ക് കാണാം. ഒരു 9 വരെ ടിക്കറ്റ് മസ്റ്റായിട്ടും കിട്ടുകയും ചെയ്യും. അപ്പം എല്ലാവരും അതിനുള്ളിൽ തന്നെ എത്തപ്പെടാൻ ശ്രമിക്കണം. ഞങ്ങളും രാത്രിയിലാണ് പോയത്. എന്നാലും പക്ഷേ രാത്രിയാണെങ്കിലും ശരി, നമ്മുടെ അവിടുത്തെ കാഴ്ചകൾ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളാണ്. അപ്പം ഇത് പോകുന്നുണ്ട്, ഒന്ന് പോയി നോക്കണം. നോക്കിയാൽ മാത്രമേ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ.
കൊച്ചുകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുള്ളത്. കൊച്ചുകുട്ടികൾക്ക് മാത്രം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നമ്മളും ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കരമായി ആസ്വദിച്ചു പോകും. നമ്മൾ കാണാത്ത കടലിൻ്റെ ഉള്ളിലുള്ള പല കാഴ്ചകളും ഇതിൽ കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും ശരിക്കും കടലിൻ്റെ അടിയിലുള്ള ഒരു ടണലിലൂടെ ഇങ്ങനെ നമ്മൾ പോകുന്ന കൂട്ടി. ഇപ്പം നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ മീനുകൾ, അതോ നമ്മുടെ വലുപ്പമുള്ള മീനുകളാണ് ഈ കിടക്കുന്നത്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാതാണ് ഇതിൻ്റെ വലുപ്പമൊക്കെ കണ്ടോ, നിങ്ങൾ നോക്കിയേ. കടലിനടിയിലുള്ള കാഴ്ചകളുടെ ഏകദേശം ഒരു വലിയ ഭാഗം തന്നെ ഇവിടെയുണ്ട്. ഈ നക്ഷത്ര മീനുകളൊക്കെ തന്നെ, ഇതാണ് നക്ഷത്ര മീൻ. നക്ഷത്ര മീനുകളൊക്കെ പോകുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ലൈഫിൽ ഇതുവരെ, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ഓട്ടോബസ്സിനെ കേട്ടോ, ഓട്ടോബസ്സൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓട്ടോബസ്സിനെയൊക്കെ കാണുന്നത്. അപ്പം നിങ്ങളുടെ കാഴ്ചകളിലും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളിതൊന്ന് വന്ന് കാണുന്നത് എനിക്കൊരു അത്ഭുതകരമായ കാഴ്ചയായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. പിന്നെ അതേ കടലിനടിയിലുള്ള കൊഞ്ച്, അതിൻ്റേതും നല്ല വലിയ കൊഞ്ചുകൾ, അതിൻ്റെ വെറൈറ്റി രീതിയിൽ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കൂട്ടിക്കിടക്കുന്നു. നല്ല രസമാണ് ഇതെല്ലാം കാണാനായിട്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരിക്കും. കൊച്ചുകുട്ടികൾക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ, നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. അതിൻ്റെ ഓരോ എന്താ പറയുക, കണ്ണ് തൊട്ട് വാല് വരെ നല്ല എന്താ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കാണാം. ഒരാൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് കാണാൻ കിട്ടിയ ചാൻസ് പാഴാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരാൾക്ക് 120 രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. അതുമാത്രമല്ല, നമുക്കിതിൻ്റെ അകത്തൊരു ഫെസ്റ്റ് തന്നെ നടക്കുന്നുണ്ട്. അപ്പം അകത്ത് ഇത് കൂടാതെ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലും കാര്യങ്ങളൊക്കെ കാണാനും കാഴ്ചകൾക്കും എല്ലാം വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഇത് കൂടാതെ തന്നെ അതിലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയും. പിന്നെ കുട്ടികളുടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയ ഒരു സംഭവമാണ്. ഇതിനെല്ലാം കൂടെ ചേർന്നാണ് ഈ 120 എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ കടലിനടിയിലെ കൊട്ടാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുമാത്രം ഇതിൻ്റെ അകത്ത് കുറേ കൊച്ചു മീനുകളെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഒരു ശംഖ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ശംഖ് വന്നേക്കുന്നത് കന്യാകുമാരിയിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു ശംഖാണ്. ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന ഒരു ശംഖ്. ഇത് ഒരു ഇതുണ്ടോ, ഒരു ശംഖ് വെച്ച് ആ ലൈറ്റൊക്കെ ഇട്ട് കത്തുന്ന ഒരു ശംഖ്. അതിൻ്റെ ഇപ്പുറത്തൊരു ശംഖ് ഇരിപ്പുണ്ട്, കാണാൻ പറ്റുമോ എന്നറിയില്ല. നടുക്കിരിക്കുന്ന ശംഖ് അത് കന്യാകുമാരിയിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പം അടിപൊളി കാഴ്ചയാണ്. ഇത് കൊട്ടാരം കഴിഞ്ഞിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം.
നല്ല അടിപൊളി ഒരു ബിരിയാണി കിടക്കുന്ന കിടപ്പ് കണ്ട. ബിരിയാണി ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന കാഴ്ച കാണാൻ തന്നെ അത്ഭുതം തന്നെ. ഈ കിടക്കുന്ന ഫിഷിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. കരണ്ടിൻ്റെ ഒക്കെ ഇതാണെന്ന് തോന്നുന്നു. കടൽ പാമ്പാണെന്ന് അറിയില്ല. അതുണ്ടോ